നമസ്കാരം. ആൻസർ പ്ലീസിലേക്ക് സ്വാഗതം. ഇക്കുറി ആൻസർ പ്ലീസിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മുഖവുരകൾ ആവശ്യമില്ലാത്ത ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. രാഷ്ട്രീയം കർക്കശമായി പറഞ്ഞു പോകുമ്പോഴും ജീവിതത്തിൽ തെളിമയും എളിമയും എന്നും ഉയർത്തിപ്പിടിച്ച ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സ്വാഗതം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സ്വാഗതം. അങ്ങയെ വർഷങ്ങളായി നിരീക്ഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനാണ് ഞാൻ. സാധാരണ അങ്ങയുടെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കും. വളരെ സന്തോഷത്തോടെയാണ് അങ്ങ് എല്ലാ പരിപാടികളിലും വേദികളിലൊക്കെ കാണാറുള്ളത്. പക്ഷേ കുറച്ച് കാലമായി അങ്ങയെ ശ്രദ്ധിക്കുമ്പം പഴയ മുല്ലപ്പള്ളിയുടെ ആ ഒരു പ്രസന്നത മുഖത്ത് കാണാറില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് നിന്ന് അങ്ങേക്കുണ്ടായ തിരിച്ചടികളാണോ യഥാർത്ഥത്തിൽ അങ്ങയുടെ ഒരു ലൈഫ് സ്റ്റൈലിലൊരു മാറ്റം, ഒരു മുഖത്തെ ആ ഒരു പഴയ പ്രസന്നത നഷ്ടമാക്കിയത്? പ്രസാദാത്മകത്വം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. എൻ്റെ സ്ഥായിയായ വികാരമായിട്ട് അതിനെ കൊണ്ടുനടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സമീപകാലത്ത് എനിക്കുണ്ടായ അനുഭവങ്ങളാണോ അങ്ങക്ക് ഇത്തരമൊരു ഭാവമാറ്റമുണ്ടായെന്നങ്ങ് പറയണ്ടായി. എനിക്കൊരു ഭാവമാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ പലപ്പോഴും അങ്ങയെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, വളരെ ഊർജ്ജസ്വലനായി ചിരിച്ചുകൊണ്ട് ചടുലമായി നീങ്ങുന്ന ഒരു മുല്ലപ്പള്ളി എന്ന ആ മുതിർന്ന കോൺഗ്രസ് നേതാവ് കുറച്ചൊന്ന് ഒതുങ്ങി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഒറ്റപ്പെട്ട നിലയിൽ, ഒരു ഏകാന്തതയിൽ, ഒരു ആ രീതിയിൽ അങ്ങയുടെ മുഖഭാവത്തിൽ എനിക്ക് തോന്നിയത് പഴയ മുല്ലപ്പള്ളിയെ നമുക്ക് നഷ്ടപ്പെട്ട പോലെയാണ്. അത് കഴിഞ്ഞ് 3 വർഷം മുമ്പ് KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് ഞാൻ മാറിയ ശേഷം ഞാൻ തിരുവനന്തപുരത്ത് വരാറില്ല. ഞാൻ മലബാറിൽ 2-3 ജില്ലകളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങേക്ക് പതിവായിട്ട് എന്നെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് അങ്ങനെ തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 24 മണിക്കൂറും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് പദവി വേണ്ട, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അവസരം വേണ്ട, അതൊക്കെ തന്നെ എന്നെ തേടിയെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ടും കോൺഗ്രസിനെ സ്നേഹിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ആശയാദർശങ്ങളുമായിട്ട് അങ്ങനെ ഇഴുകിച്ചേർന്നുകൊണ്ടാണ് ഞാൻ പോകുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് UDF ജയിപ്പിച്ച KPCC പ്രസിഡൻ്റാണ്. അത് ഏറ്റവും ഒടുവിലത്തെ ട്രാക്ക് റെക്കോർഡാണ്. രാഹുൽ ഗാന്ധിയെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത ആ ഇലക്ഷൻ കൺട്രോളിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അങ്ങ്. അങ്ങനെയൊക്കെയുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു സുപ്രഭാതത്തിൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് വരുന്നു, തൊട്ടു പുറകെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യപ്പെടുന്നു. ഞാൻ ഈ നീക്കം എന്നുള്ള കൊട്ടേഷനിൽ ഉപയോഗിക്കുന്നു, കാരണം ഒരു മുന്നറിയിപ്പും ഇല്ലാതെയായിരുന്നു ആ മാറ്റം. ഇത് വിശദീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് അങ്ങയുടെ മുൻപിലെത്താൻ, അങ്ങയുടെ മുമ്പിൽ ഇതെന്തുകൊണ്ട് മാറ്റി എന്ന് പറയാൻ ഇതുവരെ തയ്യാറായിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അങ്ങയോട് പറഞ്ഞിട്ടില്ലെന്നാണ്. സത്യമാണോ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം 20-ൽ 19 സീറ്റ് കോൺഗ്രസിന് കിട്ടി എന്നത് സത്യമാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഈ രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ്സുകാർക്കും അവകാശപ്പെട്ടാണ്. ഒരു ഘട്ടത്തിൽ പോലും എന്തെങ്കിലും ഒരു പൂച്ചണ്ട് എനിക്ക് വേണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു കലക്റ്റീവായിട്ടുള്ള സക്സസ് ആയിട്ടാണ് ഞാൻ എന്നെ കണ്ടത്. മുല്ലപ്പള്ളി, ഞാനൊന്ന് ഇടപെടുകയാണ്. UDF ഐക്യം എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഐക്യമുണ്ടാക്കലാണ് അവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അത് അങ്ങേക്ക് സാധിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായ മാധ്യമപ്രവർത്തനം എന്നുള്ള എനിക്ക് തോന്നിയത്. ഞാൻ ഒരു പ്രത്യേക ക്രെഡിറ്റ് അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, പൂച്ചണ്ട് അങ്ങേക്ക് തന്നില്ല എന്നുള്ള വസ്തുതയാണ്. ഞാൻ ഐക്യ ജനാധിപത്യ കക്ഷിയിൽ എല്ലാ ഘടകകക്ഷികളുമായിട്ട് ഊഷ്മളമായ ബന്ധം വെച്ചു പുലർത്തുന്ന ഒരാളാണ്. ഈ മുന്നണിയിൽ ആരും തന്നെ മുല്ലപ്പള്ളി മാറണമെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ലീഗ് പറഞ്ഞിട്ടില്ല. ലീഗ് അപ്പോഴും അങ്ങയോടൊപ്പമായിരുന്നു. പക്ഷേ കോൺഗ്രസിൽ നിന്നാണ് അങ്ങയെ മാറ്റാനുള്ള ചരടുവലികൾ നടന്നത്. അത് മാറ്റിയതിൻ്റെ കാരണം അങ്ങയെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് ലീഡർഷിപ്പിന് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? എന്നെ മാറ്റിയ സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്തുന്ന ആളുകൾ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ചിട്ട് താങ്കൾ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ അല്പം നമ്പർ ഇപ്പോഴുണ്ടെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് പറയാൻ കാരണം, തെരഞ്ഞെടുപ്പിന് 4 മാസം മുമ്പാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഡൽഹിയിൽ നിന്ന് ഒരു കമ്മിറ്റി അനൗൺസ് ചെയ്യുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ആ പ്രസ് റിലീസ് എനിക്ക് വായിച്ച ഓർമ്മയുണ്ട്. ആ പ്രസ് റിലീസിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരാണ് ആദ്യം. 7-മോ 8-മോ ആയിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേര്. അതല്ലേ അങ്ങ് ഉദ്ദേശിച്ചത്? അവർ പറഞ്ഞ വാക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതാണ്: ദ ഫോർത്ത് കമ്മിങ് ഇലക്ഷൻ ഇൻ കേരള വിൽ ബി കണ്ടക്റ്റഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ശ്രീ ഉമ്മൻചാണ്ടി, ഫോർമർ ചീഫ് മിനിസ്റ്റർ. ഹി വിൽ ബി ദ ചെയർമാൻ ഓഫ് സ്ട്രാറ്റജി ആൻഡ് മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ. ആ കമ്മിറ്റിയിൽ ശരിയാണ് എൻ്റെ പേര് 7-മനായിരുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ്, അത് നിലവിലെ PCC പ്രസിഡൻ്റെ പേര് ചുരുങ്ങിയത് 2-മതെങ്കിലും വരേണ്ടതാണ്. 7-മതേക്ക് പോയി. 7-മനായിരുന്നു അത്. അതെത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന കാര്യം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എന്തെങ്കിലും കണ്ടു കാണുമല്ലോ, അല്ലാതെ ചെയ്യില്ലല്ലോ.
പിന്നെ എൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് ഞാൻ ആ നിമിഷം തന്നെ എൻ്റെ രാജിക്കത്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പടി ഇറങ്ങിപ്പോകേണ്ടതായിരുന്നു. ഞാൻ പോകാതിരിക്കാനുള്ള കാരണം ഞാൻ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നു. താങ്കളടക്കമുള്ള താങ്കൾ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായക്കാരനാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ താങ്കളടക്കം പറയും ഇലക്ഷൻ്റെ മധ്യത്തിൽ മുല്ലപ്പള്ളിയെ പോലുള്ളൊരു KPCC അധ്യക്ഷൻ രാജിവെച്ച് പോയി എന്നത് ഒരിക്കലും മാന്യമായ നടപടിയായിരുന്നില്ല എന്ന് നാളെ രേഖപ്പെടുത്തുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ രാജിക്കത്തൊന്ന് സമർപ്പിക്കാതിരുന്നത്. ഞാൻ ഇലക്ഷൻ കാലം മാത്രമല്ല പിണറായിയുടെ ഭരണ തുടർച്ചയ്ക്ക് കാരണമായത് അതാണെന്ന് കൂടി വ്യാഖ്യാനം വരും. പലതും വരും. അത് ഒരിക്കൽ പോലും ശരിയല്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അത്ര ഒരു ബ്ലെമിഷ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട്. വേദന ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ മാറ്റിയെന്ന കാര്യം ഇപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ എനിക്ക് നൊമ്പരമുണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. മാത്രമല്ല ഈ ചോമ്പാലയിലെ ഈ വീട്ടിൽ കെ കരുണാകരൻ വരുന്ന വീട് എല്ലാ നേതാക്കളും AK ആൻ്റണി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും എത്തുന്ന ഒരു വസതിയാണിത്. പക്ഷേ മുല്ലപ്പള്ളിയെ മാറ്റിയതിന് ശേഷം ഇതിലെ കടന്നു പോകുന്ന KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, K സുധാകരൻ, അങ്ങയുടെ പിൻഗാമിയായി വന്ന K സുധാകരൻ പോലും അങ്ങയെ വന്ന് കണ്ട് ഒരു സമാശ്വാസം ഉണ്ടായിട്ടുണ്ടോ? അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ താരിഖ് അൻവർ ഈ വീട്ടിലേക്ക് വരികയുണ്ടായി. അദ്ദേഹം വന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരള ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന രൂപത്തിലോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച കാലത്ത് ഞാനൊരു സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. ആ കാലത്ത് അദ്ദേഹം ബീഹാർ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു. ആ ബന്ധം വെച്ചുകൊണ്ടാണോ അല്ല കേരളത്തിലെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടാണ് എന്താണോ വന്നതെന്ന് എനിക്കറിയില്ല. ചുരുങ്ങിയത് അദ്ദേഹം ഈ വീട്ടിലേക്ക് വന്നു എന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യവും സന്തോഷവും ഒക്കെ തന്നെ ഉണ്ട്. ശക്തമായി രാഷ്ട്രീയം പറയുന്ന ആളാണ്. വളരെ രൂക്ഷമായി പിണറായിയെ കടന്നാക്രമിക്കാറുണ്ട്. പക്ഷേ വ്യക്തിപരമായി കോൺഗ്രസ്സിന് ഒരു അവമതിപ്പും ഉണ്ടാക്കാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ ഉടമയാണ്. എന്താണ് മുല്ലപ്പള്ളികൾ അയോഗ്യത? നിങ്ങൾ എൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാനൊരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച കാലം തൊട്ട് ഇന്നുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിനെ വേദനിപ്പിക്കുന്ന നോവിക്കുന്ന ഒരു നടപടി എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഒരു പ്രസ്താവനയും നിങ്ങൾക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. അത്രയേറെ നമ്മൾ സാധാരണ ആലങ്കാരികമായിട്ട് പറയാറുണ്ട്, എൻ്റെ അമ്മയെപ്പോലെ ഞാൻ പാർട്ടിയെ സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ പോലെയാണ് എൻ്റെ പാർട്ടിയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലുമുള്ള അവഗണനയും അവഹേളനവും ഒക്കെ തന്നെ സഹിച്ചുകൊണ്ട് ഞാൻ ഇന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തനം കഴിച്ച ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ സദാസമയം കോൺഗ്രസിൻ്റെ സന്ദേശവാഹനായിട്ട് പോവുകയാണ്. എൻ്റെ ജീവിതാന്ത്യം വരെ അതിലപ്പുറം എനിക്കൊരു മോഹമില്ല എന്ന് ഞാനിവിടെ അറിയിക്കട്ടെ. ഇങ്ങനെ അവഹേളനമൊക്കെ സഹിക്കാൻ മാത്രം എന്ത് തെറ്റാണ് മുല്ലപ്പള്ളി ചെയ്തത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് സമ്മതിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ആ തെറ്റൊരു ഒരു കുഞ്ഞു കുട്ടി അത് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. ആരും എന്നോട് ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് അപരാധമാണ് ഞാൻ പാർട്ടിയോട് കാണിച്ചത് എന്നതിനെക്കുറിച്ചിട്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാരാകട്ടെ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാരാകട്ടെ എന്നോട് ചോദിച്ചിട്ടില്ല. എന്താണ് അങ്ങേക്കുള്ള പ്രയാസം, എന്താണ് അങ്ങേ അലട്ടുന്നത്, എന്താണ് അങ്ങയുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആരും തയ്യാറായില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദുഃഖമൊന്നും എനിക്കതിലില്ല. ഞാനിങ്ങനെ പലതും കണ്ടവനാണ്. ഒരുപാട് കൊടുങ്കാറ്റുകളും പേമാരിയൊക്കെ തന്നെ. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പം ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ഒരാൾ. മാത്രവുമല്ല കോൺഗ്രസിൽ നിന്നും AK ആൻ്റണി മാറി നിന്നപ്പോൾ പോലും കോൺഗ്രസ് വിട്ടുപോകാൻ തയ്യാറാവാത്ത ഒരു പൊളിറ്റിക്കൽ കരിയറായിരുന്നു, അത്തരം ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡായിരുന്നു അങ്ങയുടെ നിലപാടുകൾ. അങ്ങനെയായിരുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം അങ്ങ് തന്നെ പറഞ്ഞ ഈ അവഹേളനം സഹിച്ച് അങ്ങ് കോൺഗ്രസിൽ മരണം വരെ തുടരുമെന്ന് പറയുമ്പോൾ പല കോൺഗ്രസ് നേതാക്കളും BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞാൻ കോൺഗ്രസിലെ നേതാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു കാലത്തും പാർട്ടി വിട്ടുപോയിട്ടില്ല. പാർട്ടിയുടെ ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും വിരുദ്ധമായിട്ടൊരു നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടില്ല. എന്നും പാർട്ടി പറയുന്ന വഴിയിലൂടെ മാത്രം മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്കതിൽ അഭിമാനമുണ്ട്. നാളെയും എൻ്റെ സമീപനം അത് തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കണ്ട എല്ലാ കാലത്തും ഞാൻ പാർട്ടി വേദികളിൽ ശക്തമായിട്ട് എൻ്റെ അഭിപ്രായ ഭിന്നത പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ചരിത്രം. പക്ഷേ ഒരു കാര്യമുണ്ട്, പാർട്ടി വേദി ഇല്ല ഇപ്പോൾ പറയാൻ. അങ്ങ് പങ്കെടുത്ത ഒരു യോഗം, ഉന്നതതല യോഗം കേരളത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയാണ്. എത്ര കാലമായി ചേർന്നിട്ട്? കോൺഗ്രസിൽ ചർച്ച നടക്കുന്നുണ്ടോ കൃത്യമായി? ഞാൻ ഇത് ചോദിക്കാൻ കാരണം ഏറെ മുൻപല്ല,
നമ്മൾ കെ മുരളീധരൻ്റെ ഒരു അഭിമുഖം എടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൽ ചർച്ച നടക്കുന്നില്ല. ഞാൻ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി യോഗം അല്ലെങ്കിൽ KPCC എക്സിക്യൂട്ടീവ് യോഗം എന്നെ അറിയിക്കാറില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. എനിക്ക് തീർച്ചയായിട്ടും KPCCയിൽ നിന്ന് സർക്കുലർ വരുന്ന കൂട്ടത്തിൽ എനിക്ക് വരാറുണ്ട്, സത്യമാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. പിന്നെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. ഞാനന്ന് KPCC ഓഫീസിൽ പടിയിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിനി തിരുവനന്തപുരത്ത് KPCC ഓഫീസിൽ ഒരു ഘട്ടം വരെ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനൊരു ശുദ്ധീകരണ പ്രക്രിയ കാത്തിരിക്കുന്ന ഒരാളാണ്. ആ ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞാൽ KPCC ഓഫീസിൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരൊറ്റ കാരണം കൊണ്ടാണ്. എന്നാൽ പാർട്ടി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു നിലപാടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, നാളെയും ഉണ്ടായില്ല. അങ്ങനെ ഒരു ശുദ്ധീകരണത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണം കോൺഗ്രസിനകത്ത് ഇപ്പോൾ കാണും? ഈ സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം ചരിത്രപരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സന്ദർഭത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന് കേവലം ചാനലിന് മുമ്പിൽ വെച്ച് സംസാരിച്ചാൽ മാത്രം പോരാ. ആർക്കെങ്കിലും കൊച്ചു അസ്വാരസ്യമുണ്ട്, ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ അത്തരമൊരു ഐക്യം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലുണ്ടോ? ഞാനിത് ചോദിക്കാൻ കാരണം ഒന്നുകൂടി എലാബറേറ്റ് ചെയ്യാം. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഒരു യാത്ര കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് നിന്ന് അതിൻ്റെ ഉദ്ഘാടനം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തനാണ്. മുൻ PCC അധ്യക്ഷന്മാർ പലരെയും അവിടെ കാണാനില്ല. മുല്ലപ്പള്ളി രാമേന്ദ്രനില്ല, VM സുധീരനില്ല, കെ മുരളീധരനില്ല. അങ്ങേ വിളിച്ചിട്ടുണ്ടോ ഈ യാത്രയിൽ? KPCCയുടെ ഉത്തരവാദപ്പെട്ട നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ കൂടെ അദ്ദേഹത്തെ നേൽപോലെ പിന്തുടരുന്ന ജനറൽ സെക്രട്ടറി എന്നെ കണ്ട് ഇത്തരമൊരു യാത്ര തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഗസ്റ്റ് ഹൗസിൽ വന്ന് ഞാനുള്ള സമയത്ത് സംസാരിച്ചു എന്ന കാര്യം സത്യമാണ്. അതല്ലാതെ മറ്റാരും സംസാരിച്ചിട്ടില്ല. ഈ ജയന്ത് ക്ഷണിച്ചാൽ മതിയോ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇത്തരമൊരു യാത്രയിൽ? അതോ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഒന്ന് വിളിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്? കേൾക്കൂ, ഇതൊന്നും ഒരു ടെലിഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ വരണമെന്ന് പറയുന്ന കാര്യമല്ല അത്. അതൊക്കെ ഔപചാരികത എന്ന് തന്നെ പറയാം. അതൊക്കെ തന്നെ ഒരു വഴിപാടാണ്. അതെന്തില്ല കാര്യം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാനിവരെയൊക്കെ തന്നെ പോയി കാണാറുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കോവിഡ് മഹാമാരി കാലത്ത് എത്ര തവണ ശ്രീമാൻ ഇന്നത്തെ PCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ടിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരെയും ഞാൻ വീട്ടിൽ പോയി കാണാറില്ലേ. അല്ലാതെ ഞാനിങ്ങനെ ഫോണിൽ വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഔപചാരികമായി അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ KPCC ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് മെസ്സേജ് പോയിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമല്ലോ. അതല്ല, ഞാനും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിയമിച്ചിട്ടുള്ള KPCC അധ്യക്ഷനല്ലേ. അപ്പം എന്നെയും കൂടി, അതും ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഒന്ന് ചർച്ച നടത്താൻ അവർക്കുള്ള ഒരു സൗമനസ്യം ഉണ്ടാകേണ്ടതായിരുന്നു. അത്രമാത്രമേ പറഞ്ഞുള്ളൂ. വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. വലിയവരുടെ വീട്ടിലെ ആളുകൾ പോവുക, ചെറിയവരുടെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല എന്നതുകൊണ്ട് തന്നെ അവർ വരേണ്ടതായിട്ടില്ല. പക്ഷേ ഒരു പാർട്ടി മര്യാദ അതല്ലേ, അങ്ങനെയല്ലേ? ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ നേതാവാണ്, നേതൃസ്ഥാനം നഷ്ടപ്പെട്ടവനാണ്, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഒരു ഡിക്റ്റേറ്ററിയൽ ഒരു സമീപനം ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. ഇത് കോൺഗ്രസിന് ഭൂഷണമാണ്. എത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കോഴിക്കോട്ട് വെച്ച് ചിന്തൻ ശിബിരം നടത്തിയുണ്ടായി. താങ്കളടക്കം റിപ്പോർട്ട് ചെയ്തു. അങ്ങ് പങ്കെടുത്തില്ല? കോഴിക്കോട്ടുകാരനായി, ചമ്പാൽക്കാരനായി അദ്ദേഹം കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് റിപ്പോർട്ട് ചെയ്ത ആളാണ് താങ്കൾ. താങ്കൾ മാത്രമല്ല. അന്ന് സത്യത്തിൽ എനിക്ക് വിശദീകരിച്ചുകൂടെ നിങ്ങളോട്? എന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ടെലിഫോണിൽ മാത്രമാണ് അറിയിച്ചു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ടെലിഫോണിലും അറിയിച്ചില്ല. എന്നെ അറിയിച്ചതാരാന്നറിയോ? ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ മാത്രമാണ് അറിയിച്ചത്. അദ്ദേഹം ആ മാന്യത കാണിച്ചു. ഞാൻ പറഞ്ഞു, പ്രവീൺ, നീ നിൻ്റെ വീട്ടിലെ കാര്യം അറിയിച്ചാൽ മതി. KPCC കാര്യം നീ അറിയിക്കണ്ട. ഓക്കെ, അത് അറിയിക്കേണ്ട ആളുകൾ അറിയിച്ചാൽ മതി. അവിടെ വെച്ച് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് ആ പരിപാടി നടത്തും. എന്തായാലും വന്നുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുടുംബകാരിയല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മഹാപ്രസ്ഥാനമാണ്. ഞാൻ ആ ദിവസം ഓർക്കുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം മോർണിംഗ് വാക്കിനിറങ്ങിയ കെ സുധാകരനോട് ഞാനായിരുന്നു ചോദിച്ചത്, മുല്ലപ്പള്ളി പങ്കെടുക്കുന്നില്ലല്ലോ, പങ്കെടുക്കുന്നവരെ കുറിച്ച് പറയൂ, അങ്ങനെയല്ല മുല്ലപ്പള്ളി വന്നില്ലെങ്കിലും പരിപാടി നടക്കുമെന്നായിരുന്നു. പറയുന്നവർക്കൊക്കെ തന്നെ പറയാം, ഈ പാർട്ടിക്ക് വേണ്ടി ഞങ്ങളൊക്കെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഒരു കളങ്കവും ഈ പാർട്ടിക്ക് വേണ്ടി ഇന്നും അവരുണ്ടാക്കിയിട്ടില്ല. സുതാര്യമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കണമെന്ന നിർബന്ധമുള്ള ആളാണ് ഞാൻ. പരമാവധി മുന്നോട്ട് പോകുമ്പോൾ സത്യസന്ധത മാത്രമായിരിക്കണം വഴികാട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഭയപ്പെടാനില്ല, ഒന്നും മൂടി വെക്കാനില്ല. അന്തസ്സായി നെഞ്ചു വിരിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് എനിക്കുള്ളത് എന്ന കാര്യം ദയവ് ചെയ്ത് എന്നെ വിമർശിക്കുന്ന വല്ലവരുണ്ടെയും മനസ്സിലാക്കിയാൽ മാത്രം മതി എന്നാണ് പറയേണ്ടത്.
ഇനി നമുക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. ഈ പ്രാവശ്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അങ്ങയുടെ സാന്നിധ്യം എങ്ങനെയായിരിക്കും? 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ എനിക്കിഷ്ടമുള്ള നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാമെന്ന കാര്യം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറിയാണ് ഡൽഹിയിൽ വെച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് സംഗമത്തിൽ വെച്ചിട്ട് പറഞ്ഞത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞു, KPCC അധ്യക്ഷൻ എന്ന രൂപത്തിൽ എൻ്റെ ദൗത്യം ലോകസഭയിലേക്ക് പരമാവധി അംഗങ്ങളെ എത്തിക്കുക എന്താണ്. ഞാൻ ഓർക്കുന്നുണ്ട്, അങ്ങന്ന് തറൂ ടൂറിലായിരുന്നു, കേരളത്തിലുടനീളം യാത്രയായിരുന്നു. എൻ്റെ ജനമഹായാത്ര നിങ്ങൾ എല്ലാവരും പങ്കെടുത്താണ്. ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. 140 നിയോജകമണ്ഡലങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ടാണ് ആ യാത്ര പോയത്. പ്രവർത്തകന്മാർക്കൊക്കെ നല്ല ആവേശമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ആവേശം, അതുപോലെ തന്നെ വൈകുന്നേരം തടിച്ചുകൂടിയ ആയിരങ്ങൾ, ഞാൻ അത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് 2020 എന്ന് ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ പറഞ്ഞത്. സത്യത്തിൽ അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനൊന്നും തീരുമാനിച്ചില്ല. അദ്ദേഹം ഫാഗിലാണ് പറഞ്ഞത്. വളരെ വൈകിട്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നു 2020. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? അന്ന് അങ്ങ് കോൺഫിഡൻസോടെ പറഞ്ഞിരുന്നു 2020, പക്ഷേ 19 സീറ്റ്സ് കിട്ടുകയും ചെയ്തു. ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് അങ്ങേക്ക് എന്താ തോന്നുന്നത്? ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും? ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അങ്ങുണ്ടാക്കിയ ഒരു ട്രാക്ക് റെക്കോർഡ് അവിടെ കിടക്കുകയാണ് കേട്ടോ. 19 കിടക്കുകയാണ്. കേന്ദ്രത്തിലെ ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് വിശ്വാസം. എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോയാൽ 20-ൽ 20 എന്ന സ്വപ്നത്തിലേക്ക് കോൺഗ്രസിന് എത്തിച്ചേരാൻ സാധിക്കുന്ന. അല്ലെ, രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്, പക്ഷേ സംഘടനാപരമായ സാഹചര്യം എങ്ങനെയാണ്? എന്തൊക്കെ വേണം? ഇപ്പം 20-ൽ 20 സീറ്റ് ജയിക്കാൻ അങ്ങൊരു ഇലക്ഷൻ വിദഗ്ധൻ കൂടിയാണ്. എന്താണ് കേരളത്തിലെ കോൺഗ്രസിൽ നടത്തേണ്ട ക്രമീകരണങ്ങൾ? ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ്സിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ഇനിയും മാസമുണ്ട്, 1-2 മാസം കൂടി അവശേഷിക്കണമല്ലോ. ഇപ്പോഴും തന്നെ നമുക്ക് കറക്റ്റ് സ്റ്റെപ്സ് എടുക്കാം. ഒരാളെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. എല്ലാവർക്കും ഉത്തരവാദിത്വം കൊടുക്കുക. എല്ലാവരെയും ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട ചുമതലകൾ കൊടുക്കുക. അവരെ സ്നേഹിക്കുക. അവർക്കൊക്കെ ഒന്ന് എക്സിറ്റ് എന്ന് പറഞ്ഞ് വാതിൽ കാണിച്ചു കൊടുക്കലല്ല ശരി. അവർക്ക് പാർട്ടിക്കുള്ളിൽ കൊണ്ടുവരിക. എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുള്ള വീഴ്ച അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിഹരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഒരു പട്ടാള ചിട്ടയിൽ ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ സാധിക്കുമോ? ഒരിക്കലും ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരിക്കലും ഈ പാർട്ടി അങ്ങനെ പോയിട്ട് ചരിത്രം കഴിഞ്ഞ കാലത്തുണ്ടായിട്ടില്ല. ലീഗ് 3-ാം സീറ്റ് എന്ന ആവശ്യം അങ്ങയെക്കുറിച്ച് പറയുമ്പോൾ ലീഗുമായി വളരെ അടുത്ത ബന്ധമാണ്. ഒരുപക്ഷെ എനിക്ക് ഓർക്കുന്നത് പണ്ട് വടകരയിൽ അങ്ങ് മത്സരിക്കാൻ വരുമ്പം പാണക്കാട് ശിഹാബ് തങ്ങൾ ഉള്ള കാലത്താണ്. അന്ന് അങ്ങ് ജയിക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ശിഹാബ് തങ്ങളായിരുന്നു. ഒരു കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിന് മുൻപായിരുന്നു. കാരണം അന്നത്തെ കണക്കുകൾ കോൺഗ്രസ്സിന് വലിയ അനുകൂലമായിരുന്നില്ല പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ. പക്ഷേ അങ്ങ് ജയിച്ചു. സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു അങ്ങ് LDFൻ്റെ കയ്യിൽ നിന്ന്. എൻ്റെ ചോദ്യം, 3 സീറ്റ് ഡിമാൻഡ് ചെയ്തിരിക്കുകയാണ് മുസ്ലിം ലീഗ്. ലീഗിന് അതിന് അർഹതയില്ലേ? കോൺഗ്രസ് കൊടുക്കേണ്ടതല്ലേ? ഞാൻ വടകര വന്നതിനെക്കുറിച്ച് ആദ്യം പറയാം. സത്യത്തിൽ ഞാൻ വടകര വരാനുള്ളൊരു സാഹചര്യവും വടകര വന്നാൽ വിജയിക്കുമെന്ന് എനിക്ക് ഒരു പ്രത്യാശ നൽകിയതും ദിവംഗതരായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് എന്നോട് വിളിച്ചു പറഞ്ഞ് മുല്ലപ്പള്ളിയോട് മത്സരിക്കണം എന്ന് പറഞ്ഞു. ലീഗിൻ്റെ നേതൃത്വം ഇന്നും അന്നും ഒക്കെ തന്നെ എന്നോട് അത്രയേറെ സൗഹൃദത്തോടുകൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. നിഷേധിക്കാൻ സാധിക്കില്ല. പിന്നെ ലീഗിനെ കുറിച്ചിട്ട് അങ്ങ് ചോദിച്ച ഈ കാര്യമുണ്ടല്ലോ, 3-ാം സീറ്റ് എന്ന കാര്യം. 3 സീറ്റ് കൊടുത്തിരുന്നല്ലോ കോൺഗ്രസ് ഫണ്ട് കൊടുത്തിട്ടുണ്ട്, അവർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ലീഗിന് തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ്സിന് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. ആ കേരളത്തിൽ നിന്ന് പരമാവധി കോൺഗ്രസ്സുകാർ ലോകസഭയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു സീറ്റ് കൊടുക്കാൻ പ്രയാസമുള്ളതായിട്ട് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്. അവരുടെ അവകാശവാദം 100% ന്യായമാണ്. ആ അവകാശവാദത്തിന് അനുകൂലമായിട്ട് തീരുമാനം എടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതവുമാണ്. പക്ഷേ പ്രയാസങ്ങൾ മുസ്ലിം ലീഗ് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കടന്നാൽ മോഡിയുടെ തരംഗം ആഞ്ഞടിക്കുകയാണ്. ഈ പണ്ട് മാവോ പറഞ്ഞ പോലെ വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ഇറ്റ് ഈസ് എ റിയാലിറ്റി. അതിന് ഒരു മാറ്റം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് രാമക്ഷേത്രം. BJPയുടെ പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലും അയോധ്യ തരംഗമുണ്ടാകും, മോഡി തരംഗമുണ്ടാകുമെന്നാണ്. കുറച്ച് വോട്ടുകൾ കിട്ടാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ഇന്ത്യയെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രി ഒരിക്കലും ആ ചടങ്ങിൽ
ആ കാർമ്മികത്വം വഹിക്കാൻ പാടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ ഒരു കാര്യം, കേരളത്തിൽ ഉൾപ്പെടെ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് വീടുകളിൽ അക്ഷത വിതരണം നടന്നു. സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂരിൽ പ്രധാനമന്ത്രി 2 പ്രാവശ്യമാണ് വന്നത്. അദ്ദേഹം പ്രമുഖർക്ക് അക്ഷതം നേരിട്ട് ഗുരുവായൂരിൽ നൽകിയ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടതാണ്. ഇത് കേരളത്തിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും മാറ്റം ബി ജെ പിക്ക് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റുമോ? സത്യത്തിൽ BJP അല്ല കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത്, രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ്. ഏറ്റവും അധികം ശാഖകളുള്ളത് നമ്മുടെ കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ സാധിക്കുക നിസ്സാരമല്ലത്. കേരളത്തിലെ ജനങ്ങൾ, മതേതരവാദികൾ, സാക്ഷരതയുള്ള ആളുകൾ, എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട ചരിത്രമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതയുള്ള ആളുകൾ അത് തിരിച്ചറിയാൻ സാധിക്കാതെ പോയാൽ നമ്മുടെ കേരളത്തിൻ്റെ ഭാവി വളരെ അപകടകരമായിരിക്കുമെന്ന്. ഇതിൽ എന്താണ് ഇതിനൊരു വേ ഔട്ട്? കാരണം ദേശീയ തലത്തിലുള്ള ബി ജെ പിയുടെ അല്ലെങ്കിൽ മോഡിയുടെ യാത്രയ്ക്ക് തടയിടാൻ കോൺഗ്രസിന് ദേശീയ തലത്തിൽ സാധിക്കുന്നുണ്ടോ അത്രമാത്രം? കാരണം ഇന്ത്യ മുന്നണി ഉണ്ടാക്കി, മുന്നണി പല വഴിയിലേക്ക് പോവുകയാണ്. അതിലൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ, ഒരു ഐക്യം ഉണ്ടാക്കാൻ, അങ്ങ് എപ്പോഴും പറയാറുള്ളതാണ് ഐക്യം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ? എവിടെയാണ് കോൺഗ്രസിന് ദേശീയ തലത്തിൽ പിഴയ്ക്കുന്നത്? ആ രൂപത്തിൽ തന്നെ കാണണ്ട, ആ പ്രശ്നം അങ്ങനെ കാണണ്ട. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അറിയാമല്ലോ, ഭയങ്കരമായ ഡൈവർജൻ്റ് ഇൻട്രസ്റ്റ് ഉള്ള കുറേ രാഷ്ട്രീയ പാർട്ടികൾ അതിലുണ്ട് എന്ന് സത്യമല്ലേ? അവർക്കൊക്കെ തന്നെ പലർക്കും വ്യക്തിപരമായ താല്പര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. കാരണം കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിയിലേക്ക് പോകുന്നത്. ഇന്നത്തെ കോൺഗ്രസ് MP അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി ജെ പിയിലാകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചൊരു തീരുമാനം പറയാൻ പറ്റില്ല. കേരളത്തിലെടുത്ത് നോക്കിയാൽ AK ആൻ്റണിയുടെ മകൻ പോലും ബി ജെ പിയിലേക്ക് പോകുന്നു. സ്വന്തം മകനെ കോൺഗ്രസിൽ നിലനിർത്താൻ പറ്റാത്ത കോൺഗ്രസ് ലീഡർഷിപ്പിന്, മക്കളെ നിലനിർത്താൻ പറ്റാത്ത കോൺഗ്രസ് ലീഡർഷിപ്പിന് എങ്ങനെയാണ് രാജ്യത്തെ കോൺഗ്രസിന് കൊടിക്ക് കീഴിൽ കൊണ്ടുവരാൻ പറ്റുന്നത്? ഇതൊരു പ്രധാന പ്രശ്നമല്ലേ? ഇപ്പോൾ കേരളത്തിൽ നോക്കുമ്പോൾ ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സുകാർ പോകുമ്പോൾ തടയാൻ എന്തു പറഞ്ഞ് തടയും? സത്യത്തിൽ നിങ്ങൾ AKയെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. AK ആൻ്റണി എന്തു പറഞ്ഞാലും ഒരു 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 ശുദ്ധിയുടെ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ മകൻ ഒരിക്കലും പോകാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അച്ഛനോട് കാണിച്ച ഒരു കൊടും ക്രൂരതയായിട്ട് മാത്രമേ എനിക്കാരും കാണാൻ സാധിക്കുള്ളൂ. ഇപ്പം ദേശീയ ലീഡർഷിപ്പ് എടുത്ത് നോക്കിയാൽ AK ഇല്ല. അങ്ങ് ദേശീയ രാഷ്ട്രീയത്തിൽ ACC ഓഫീസിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഒരാളാണ്. അങ്ങ് കേരളത്തിലേക്ക് ചുരുങ്ങും. അപ്പം സെൻറ്ററിൽ നേരത്തെ പരിചയസമ്പന്നരായ നേതാക്കളില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മൻമോഹൻ സിംഗ്, ഓരോ ആൾക്കാരെ നമുക്ക് എടുക്കാം, പ്രണബ് കുമാർ മുഖർജി, ഓരോ ഈ പഴയ നേതാക്കളുടെ ആ ഒരു പ്രൗഢിയുള്ള നേതാക്കൾ ആരും ഇപ്പം ഇല്ല. എല്ലാവരെയും ഒരു പാൻ ഇന്ത്യൻ പാർട്ടി എന്ന രൂപത്തിൽ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ഒരു നേതൃത്വ വൈഭവം ശ്രീ രാഹുൽ ഗാന്ധിക്കില്ലേ? രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ജനപ്രിയ നേതാവ് എത്രയുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ? രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. ഒന്ന്, അദ്ദേഹം ഔട്ട് ആൻഡ് ഔട്ട് സെക്യുലറാണ്. അദ്ദേഹം സീറോ ടോളറൻസ് ടു കറപ്ഷൻ, ഒരു കറപ്ഷനും ഇല്ലാത്ത ഇൻകറപ്റ്റിബിളായിട്ട് ഉള്ള ഒരു നേതാക്കന്മാർ ഒരാളായിട്ടാണ് എനിക്കറിയാം. അങ്ങനെ തന്നെ കറപ്ഷൻ ഇല്ലാത്ത ഒരു നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ഇതേ രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു. AK ആൻ്റണി ഡൽഹിയിൽ നിന്നും ഫ്ലൈറ്റ് കയറി കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതേ 0% ടോളറൻസ് ടു കറപ്ഷൻ ഉള്ള രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ഒന്നാമനായി പ്രവർത്തിക്കുകയായിരുന്നു കോൺഗ്രസിൽ. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതേക്കുറിച്ചൊന്നും ഇപ്പോഴും ഒരു ഇലക്ഷൻ സമയത്തായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും ദേശീയ രാഷ്ട്രീയ രംഗത്ത് രാഹുൽ ഗാന്ധിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള, പ്രോ ആക്റ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കേരളത്തിൽ ഇപ്രാവശ്യം BJPക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റുമോ? സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ ഇറക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രി 2 പ്രാവശ്യം വന്നു, ഇനിയും വരുമെന്ന് കേൾക്കുന്നു. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ല? ഒരിക്കലുമില്ല. ഒരിക്കലും കേരളത്തിൽ ഈ തവണ BJP അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല. ഇൻ്റർവ്യൂയുടെ അവസാനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മുല്ലപ്പള്ളിയെ ഇനി പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ എപ്പോൾ കാണാൻ സാധിക്കും? ഞാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന കാര്യം പറഞ്ഞതിൻ്റെ പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ വീണ്ടും ചോദിക്കുന്നതിന് അർത്ഥമില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാൻ പറ്റും? കാരണം അങ്ങ് ഒരു വകുപ്പ് വളരെ ഭംഗിയായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തതാണ്. എനിക്ക് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ എൻ്റെ പരിമിതമായ കഴിവുകൾ വെച്ചുകൊണ്ട് സത്യസന്ധവും ആത്മാർത്ഥവുമായി ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. നാളെയും പാർട്ടി ഏൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഏത് ചുമതലയും നിർവഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോഴും ഒരു ചുമതലയും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറില്ല എന്നൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അതെപ്പോൾ മാറും? എനിക്ക് മറ്റിപ്പോൾ ചിറക് കെട്ടി പറക്കാൻ ഒത്തിരി പ്രയാസമുണ്ട്. പല പരിമിതികളും എനിക്കുണ്ട്. ഞാൻ എനിക്കൊരു ദിവസം പുറത്തിറങ്ങണമെങ്കിൽ
വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പ്രയാസമുണ്ട്. മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലെയല്ല, ആരുടെ മുമ്പിലും കൈ ഞാൻ നീട്ടാറില്ല. ഏതെങ്കിലും ആളുടെ സൗകര്യങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടില്ല. നാളെയും എൻ്റെ സമീപം അങ്ങനെയായിരിക്കും. ഒത്തിരി പരിമിതികൾ എനിക്കുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് കേരളം മുഴുവൻ സഞ്ചരിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല. ഈ രാഷ്ട്രീയ നേതാക്കളുടെ ആത്മകഥകൾ സാധാരണ ബെസ്റ്റ് സെല്ലേഴ്സ് അവരുടെ അവസാന ചോദ്യമാണ്. മുല്ലപ്പള്ളിക്കാണെങ്കിൽ പറയാൻ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പോയിട്ടുള്ള അങ്ങനെ ഒരു എഴുത്തിലേക്ക് എപ്പോൾ കടക്കും? പറയാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ. അതുണ്ടാവും. അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. കോൺഗ്രസിനൊട്ടും ക്ഷീണം വരരുത് എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അങ്ങയുടെ എല്ലാ മറുപടികളും. പക്ഷേ എങ്കിലും ആ പരിധിയിൽ നിന്നുകൊണ്ടാണെങ്കിലും ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയതിന് പ്രത്യേകം നന്ദി. താങ്ക് യു ദീപക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.